ഈ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? മമ്മൂക്കയെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഥ നറേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് പറയാം? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയം തൊട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പം നമുക്ക് നമ്മുടെയൊക്കെ മലയാളത്തിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെന്നും പറയുന്നില്ല, എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വപ്നമായിരിക്കും മമ്മൂക്കയുടെ ഒരു സിനിമയിലൂടെ തുടക്കം കുറിക്കാൻ പറ്റുക എന്നുള്ളത്. അതൊരു ഡ്രീം മൊമെന്റ് പോലെയാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്. കാരണം അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുവന്ന ഒരുപാട് നവാഗത സംവിധായകർ ഇവിടെ ഫസ്റ്റ് പടം മമ്മൂക്കയുടെ കൂടെ. അതെ, അങ്ങനെ വന്ന് സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രം ഉണ്ട്. പക്ഷെ അങ്ങനെ അതൊരു സ്വപ്നത്തെക്കാൾ ഉപരി അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ള രീതിയിലോട്ട് അത് വന്നിട്ട്. കാരണം നമുക്ക് ഒന്നാമത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ എത്തിപ്പെടുന്ന സബ്ജക്റ്റ് ആരെ വെച്ചാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിപ്പം മമ്മൂക്കയിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതും എളുപ്പമുള്ളൊരു സംഗതിയല്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ പ്ലേയിലോട്ട് കടന്ന് എഴുത്തെല്ലാം പരിപാടികളും കഴിഞ്ഞു. അത് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ട് ചില റിയൽ ലൈഫും പരിചയത്തിലൊക്കെ ഉള്ള ചില കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചില കഥാപാത്ര നിർമ്മിതികളും ഒക്കെ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞപ്പം ഈ സംഗതി അദ്ദേഹത്തിലോട്ട് എത്തിയാൽ ചിലപ്പം അദ്ദേഹത്തിനും ഇഷ്ടപ്പെടാനും അദ്ദേഹം ഇതിനകത്ത് വന്നാൽ ഈ സിനിമയ്ക്ക് വളരെ ഗുണപരമായിട്ട് മാറ്റം ഉണ്ടാക്കാനും പറ്റുമെന്നൊക്കെ ഒരു തോന്നലും ആത്മവിശ്വാസമൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അദ്ദേഹത്തിന് ഈ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാവുമല്ലോ? അതെ, എന്താ സംസാരം ഒന്ന് പറയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ട്, അതേ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടാനായിട്ടൊരു. ഇപ്പോൾ എനിക്കിപ്പം നിലവിൽ ഉള്ള അപ്ഡേറ്റ്സിനെ പറ്റി പറയാനായിട്ടുള്ള എനിക്ക് പരിമിതികളുണ്ട്. കാരണം അത് വ്യക്തിപരമായിട്ടുള്ള സംഗതികളൊക്കെയാണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ മുമ്പേ അദ്ദേഹത്തിനോടൊപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം മാമാങ്കം എന്നൊരു സിനിമയിൽ സജീവ് പിള്ള എന്ന് പറയുന്ന ആളുടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്ത ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അങ്ങനെ പരിചയം പെട്ടിട്ടില്ല. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആദ്യമായിട്ട് പോയതും സ്ക്രീൻ പ്ലേ നരേറ്റ് ചെയ്യാനും മറ്റും ഒക്കെയാണ്. പിന്നെ പലതവണയായിട്ട് പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ സിനിമയ്ക്ക് പുറത്ത് ഉള്ള നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റിയും സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം എല്ലാത്തെ പറ്റിയും ധാരണ ഉള്ള ഒരു മനുഷ്യൻ. ഭയങ്കര അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ടെക്സാവേ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന ഇപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂവിലും കണ്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷനോ അദ്ദേഹത്തിന് ഒന്നും അല്ലാത്ത ഒരാളായിരിക്കും. പക്ഷെ പുതിയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ പടത്തിൻ്റെ കഥ എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൗതുകം ഉണ്ടല്ലോ കൂടുതലുള്ള മനുഷ്യനാണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടായാലും അല്ലാതെ ആണെങ്കിൽ പോലും